ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിൽ എങ്ങനെയാണ് വ്യൂസും സബ്സ്ക്രൈബേഴ്സും വരുന്നത് എന്ന് നമ്മൾ ഓൾറെഡി തന്നെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബ് തമ്പനെയിൽ തന്നെയാണ്. അതായത് നമ്മളിടുന്ന വീഡിയോയ്ക്കുള്ള തമ്പനെയിൽ. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ യൂട്യൂബിലേക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും വരുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ടല്ല, നമ്മുടെ തമ്പനെയിലുണ്ട്. അതായത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോയ്ക്ക് ഇടുന്ന തമ്പനെയിലുണ്ട്. ആ തമ്പനെയിൽ കണ്ടിട്ടാണ് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ചാനലിലേക്ക് വരുന്നത്. യൂട്യൂബിലിടുന്ന വീഡിയോയ്ക്കും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ഗ്രോത്തിനും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് തമ്പനെയിൽ തന്നെയാണ്. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിലിടുന്ന വീഡിയോയ്ക്ക് നല്ല രീതിയിൽ വ്യൂസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിരവധി തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ടൂളുകൾ നമുക്ക് ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും iOSൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ തമ്പനെയിൽ, അതായത് യൂട്യൂബ് വീഡിയോയ്ക്ക് പറ്റിയ അടിപൊളി തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ ഏതാണെന്നുള്ള കാര്യം. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് വളരെ എളുപ്പത്തിന് നിങ്ങൾക്ക് യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ലൈവായി എങ്ങനെ തമ്പനെയിൽ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ഫുൾ ട്യൂട്ടോറിയലും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. യൂട്യൂബിൻ്റെ അകത്ത് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ അകത്താണ് ഈ ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ. കാരണം പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് യൂട്യൂബിൻ്റെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് ക്യാൻവ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഫോണിൻ്റെ അകത്ത് ഇതിൽ ക്യാൻവ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് സൈഡിൽ പ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാം എങ്ങനെയാണ് ക്യാൻവയിലൂടെ നമുക്കൊരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ എടുക്കുക. ആൻഡ്രോയിഡ് ഫോൺ എടുത്തു കഴിഞ്ഞ ശേഷം അതിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് പ്ലേ സ്റ്റോറിൽ ക്യാൻവ ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എൻ്റെ ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ അകത്ത് ക്യാൻവയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിൻ്റെ അകത്ത് കുറേ ഡിഫറൻ്റ് ആയിട്ടുള്ള തീമും അല്ലെങ്കിൽ സ്ക്രീൻ റേഷ്യോകളുമുള്ള ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള തമ്പനെയിൽസ് ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ നിങ്ങളത് ചൂസ് ചെയ്യില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഓരോ കാറ്റഗറി ഉണ്ട്. മൊബൈൽ വീഡിയോ, യൂട്യൂബ് തമ്പനെയിൽ, യൂട്യൂബ് ബാനർ. അതായത് നമ്മുടെ ഓരോ സ്ക്രീൻ സൈസിനും, അതായത് റേഷ്യോയ്ക്ക് പറ്റുന്ന ടൈപ്പിലുള്ള പല പല കാറ്റഗറിയിൽപ്പെട്ട കാറ്റഗറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു തുടക്കക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അതൊന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അതായത് മൊബൈൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, യൂട്യൂബ് തമ്പനെയിൽ, യൂട്യൂബ് ബാനർ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, അതുപോലെ ഫോട്ടോ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് വേണ്ടിയുള്ള സ്ക്വയർ ടൈപ്പിലുള്ള ഫോട്ടോസ്, അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള സംഭവങ്ങൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. കാരണം ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ നമുക്ക് ഇഷ്ടം പോലെ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഒരു യൂട്യൂബ് തമ്പനെയിൽ, അതായത് ഫ്രഷ് ആയിട്ട് ഒരു യൂട്യൂബ് തമ്പനെയിലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് നിങ്ങൾ യൂട്യൂബ് തമ്പനെയിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന യൂട്യൂബിൻ്റെ തമ്പനെയിലിൻ്റെ സ്ക്രീൻ റേഷ്യോയുമായിട്ട് കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആകുന്ന ഓൾറെഡി ഡിഫൈൻ ചെയ്ത ഒരു സ്ക്രീൻ സൈസാണ് നമ്മൾ യൂട്യൂബ് തമ്പനെയിൽ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തത്. നിങ്ങൾ യൂട്യൂബിൻ്റെ സ്ക്രീൻ സൈസ് ഒന്നും നിങ്ങൾ അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി തന്നെ ഇതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ യൂട്യൂബിൻ്റെ തമ്പനെയിലിൻ്റെ സ്ക്രീൻ റേഷ്യോ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ യൂട്യൂബ് തമ്പനെയിൽ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിരവധി ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള തമ്പനെയിൽസ്, അതായത് ട്രാവൽ, ഫുഡ് വ്ലോഗ്, എഡ്യൂക്കേഷൻ, അങ്ങനെ മ്യൂസിക് തുടങ്ങി നിരവധി ട്രാവൽ ബ്ലോഗ്സിൻ്റെ അല്ലെങ്കിൽ നിരവധി കാറ്റഗറിയിൽപ്പെട്ട യൂട്യൂബ് വീഡിയോസിൻ്റെ തമ്പനെയിൽ ഇതിൻ്റെ അത് ഓൾറെഡി തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംശയം വേണ്ടി നോക്കാം. ഇതുപോലുള്ള നിരവധി കാറ്റഗറിയിൽപ്പെട്ട തമ്പനെയിൽസ് ഇതിൻ്റെ അകത്ത് കാണാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഗെയിമിംഗ് ചാനലിൻ്റെ
തമ്പനയിൽ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ പ്രോ എന്ന് പറഞ്ഞ സൈഡിൽ എഴുതിയിട്ടുണ്ട്. പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോ വേർഷൻ നമ്മൾ പർച്ചേസ് ചെയ്യണം. അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫ്രീ, അതായത് പ്രോ അല്ലാണ്ട് കൊടുത്തിരിക്കുന്ന നോർമലായി കൊടുത്തിരിക്കുന്ന പേജുകളില്ലേ, അത് നമുക്ക്, അതായത് തമ്പനെയിൽസ് ഇല്ലേ, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ തമ്പനെയിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് തമ്പനെയിൽ എടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു ട്രാവലാണെങ്കിൽ, നിങ്ങൾ ട്രാവൽ വ്ലോഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട്, ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഒന്നും കിട്ടില്ല. കാരണം യൂട്യൂബിൻ്റെ തമ്പനെയിൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് യൂട്യൂബിൻ്റെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞെന്ന് വരില്ല. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞ ശേഷം ഒരു ഫോണിൽ എഡിറ്റ് ചെയ്യാത്ത ആളോ അല്ലെങ്കിൽ ആദ്യമായി ചെയ്യുന്ന ഒരാൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ട്രാവൽ വ്ലോഗാണ്, ട്രാവൽ എന്ന് പറഞ്ഞ് ഇതിൽ സെർച്ച് ചെയ്യുക. ട്രാവൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ട്രാവൽ വ്ലോഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി തമ്പനെയിൽസ് ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിരവധി തമ്പനെയിൽസ് നമുക്കിതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് ആ തമ്പനെയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ട്രാവൽ വ്ലോഗിൻ്റെ ഒരു തമ്പനെയിൽ എഡിറ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള തമ്പനെയിൽ എഡിറ്റ് ചെയ്യുന്ന രീതിയാണ്. ഇതിന് ശേഷം നമുക്ക് ഒരു ഫ്രഷ് ആയിട്ടൊരു പുതിയ തമ്പനെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ട്രാവൽ വ്ലോഗിൻ്റെ ഒരു തമ്പനെയിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്തപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി ട്രാവൽ വ്ലോഗ്സിൻ്റെ തമ്പനെയിൽ അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രാവൽ വ്ലോഗ്സ് വന്നു. ഈ ഒരു ട്രാവൽ വ്ലോഗ്സിൻ്റെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. നമുക്കിവിടെ ഈ ഓരോ ടെക്സ്റ്റിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കതൊന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള അവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ മൂന്നാർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ സ്പേസ് ഒന്ന് കൂട്ടുവാണെങ്കിൽ നമുക്ക് മൂന്നാർ എന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെ ഇത്ര വലുതായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഈ ഇമേജൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മാറ്റാം. ഈസി ആയിട്ട് നമുക്കിത് ഡിലീറ്റ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ബാക്ക് കൊടുത്തു. നമുക്ക് ആ മൂന്നാർ എന്ന് പറഞ്ഞ് എഴുതിയത്, അത് ഈ ട്രാവൽ വ്ലോഗിൻ്റെ നമുക്ക് മൂന്നാർ എന്ന് പറഞ്ഞ് എഴുതി ഇതിനൊരു സൈസ് ഒന്ന് കൂട്ടിക്കൊടുത്ത് നമുക്കത് ഹെഡാക്കി കൊടുക്കാം. അത് നമ്മുടെ ഹെഡ്ലൈനായിട്ട് കൊടുക്കാം. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അവൈലബിൾ ആണ്. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബർ ബട്ടൺ, അതുപോലെ തമ്പനെയിൽ, ഐക്കൺസ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആരോസ്, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ലഭ്യമാണ്. അതുപോലെ ഗാലറി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും നമുക്കിതിലേക്ക് ഉൾപ്പെടുത്താം. പിന്നെ അതുപോലെ അപ്ലോഡ്സ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് അപ്ലോഡ് ചെയ്യാം നമ്മുടെ ഗാലറിയിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് ക്രോമിൽ നിന്നോ മറ്റു വെബ് ബ്രൗസറിൽ നിന്നും നമുക്ക് ഡേറ്റാസ്, അതായത് ഫോട്ടോസും വീഡിയോസും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിരവധി ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഹെഡ് ആഡ് ചെയ്യാം, സബ് ഹെഡിങ് ആഡ് ചെയ്യാം, അതുപോലെ ടൈറ്റിൽ, ബോഡി ടെക്സ്റ്റായിട്ട് ടൈറ്റിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ഹെഡിങ് ആഡ് ചെയ്യുകയാണ്. ഹെഡിങ് എന്ന് പറഞ്ഞു കൊടുത്തു. ഞാനിവിടെ മൂന്നാർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. മൂന്നാർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഹെഡ് സൈസ് ഒന്ന് കൂട്ടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ടോപ്പ് എൻഡിലേക്ക്, അതായത് മുകളിൽ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ സബ്സ്ക്രൈബർ ബട്ടൻ്റെ ഇതുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് മൂവ് ചെയ്തത് ഇങ്ങനെ ആക്കി വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നാർ എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഇത്രയും കൊടുത്തു. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിന് എങ്ങനെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഇതിൻ്റെ കളർ സെറ്റ് ചെയ്ത് നമുക്ക് അടിപൊളിയാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്, രണ്ടാമത്തെ ഓപ്ഷൻ. അതായത് ഇപ്പോൾ ആദ്യം നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്തു, എന്നിട്ട് നമ്മളത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൻ്റെ സൈസ് കൂട്ടി. അതിനുശേഷം ഫോണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് നല്ല ഫോണ്ടാണെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ സേറ ബോൾഡ് എന്ന് പറയുന്ന തമ്പനെയിലിന് യൂസ് ചെയ്യുന്നത് സേറ ബോൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫോണ്ടാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ മൂന്നാർ എന്ന് പറയുന്നതിന് സേറ ബോൾഡ് ഫോണ്ട് സൈസല്ല, ഫോണ്ട് സ്റ്റൈൽ കൊടുത്തു. ഇനി ടെക്സ്റ്റ് സ്റ്റൈലുണ്ട്. ടെക്സ്റ്റ് സ്റ്റൈൽ നമുക്ക് ഹെഡിങ്, സബ് ഹെഡിങ്, അതായത് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 3 രീതിയിലുള്ള ഫോണ്ട് സ്റ്റൈലുണ്ട്. അതായത് ഹെഡിങ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹെഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സബ് ഹെഡിങ് ഉണ്ട്, അതിൻ്റെ അടി കൊടുക്കേണ്ടതും, അതുപോലെ ബോഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടി കൊടുക്കേണ്ടത്. 3 രീതിയിലുള്ള സ്റ്റൈൽസ് നമുക്കിതിലുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ ഫോണ്ട് സൈസ്, നമുക്ക് ഏറ്റവും കൂടുതൽ വരാൻ, നമുക്ക് ഏറ്റവും കുറച്ചും നമുക്ക് ഇത് ചെയ്യാം. ഞാനിപ്പോൾ ഏറ്റവും കൂടുതലാണ് ഇട്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അത് കുറഞ്ഞു പോകും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനത് ഫോണ്ട് സൈസും മാറ്റുന്നില്ല. ഇനി ഫോണ്ട് കളർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ തമ്പനെയിലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങൾ തമ്പനെയിലിൽ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ കളർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ബ്ലാക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ തമ്പനെയിൽ ഇട്ട് കഴിയുമ്പോൾ ഈ ബ്ലാക്ക് ചിലപ്പോൾ കുറച്ച് ആളുകളിലേക്ക് നമുക്ക് എത്തിപ്പെടില്ല. കാരണം കാണുമ്പോൾ തന്നെ ഒരു ഭംഗി കുറവ് തോന്നും. അപ്പോൾ നമുക്ക് സ്യൂട്ടായത്, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ സ്യൂട്ടാവുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് കളർ നമ്മൾ കണ്ടുപിടിക്കണം. അതൊരു കോമൺ സെൻസ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇങ്ങനെ നോർമൽ രീതിയിൽ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക്
ആ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ ആ ടെക്സ്റ്റ് നമുക്ക് ഏത് ടെക്സ്റ്റിൻ്റെ ആണോ കളർ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മൾ ആ ടെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു സെലക്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിരവധി കളർ നിങ്ങൾക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഞാൻ യെല്ലോ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അത് കുറച്ച് ഡാർക്ക് ഷെയ്ഡിൽ നല്ല യെല്ലോ കളറായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇനി കുറച്ച് അതിൽ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം, ആ ഫോണ്ട് അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്താൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ സ്പേസിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ലൈൻ സ്പേസിങ് ചെയ്യാം. 2 പാരഗ്രാഫായിട്ടാണ് നമ്മൾ ടൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെഡിങ് കൊടുക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യാം. ഇവിടെ ലെറ്റർ സ്പേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത വേർഡ്സിന് അല്ലെങ്കിൽ എൻ്റർ ചെയ്ത ക്യാരക്ടറിന് സ്പേസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇവിടെ അറേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു. ഇപ്പോൾ നല്ലൊരു ഭംഗിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ എഫക്റ്റ് ആഡ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ആഡ് ചെയ്ത ടെക്സ്റ്റിന് എഫക്റ്റ് ആഡ് ചെയ്യുക എന്നുള്ള കാര്യം. എങ്ങനെയാണ് എഫക്റ്റ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം എഫക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിരവധി ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിരവധി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ടെക്സ്റ്റിന് എഫക്റ്റ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എഫക്റ്റ് നിങ്ങൾ ആഡ് ചെയ്യുക. അതുകൊണ്ട് ഓരോരോ എഫക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ട്രയൽ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ കൊടുക്കാറുള്ള ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഒരു എഫക്റ്റാണ് എൻ്റെ യൂട്യൂബ് തമ്പനെയിലിന് ഞാൻ കൊടുക്കാറ്. ഇപ്പോൾ ഞാൻ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നല്ലൊരു ഭംഗി നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. മൂന്നാർ എന്ന് എഴുതിയിരിക്കുന്നതിന് നമുക്കൊരു നല്ല ഭംഗി കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ആ കാണുന്ന ആരോയിൽ നടുക്ക് ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ തിക്നെസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് മൂന്നാർ എന്ന് പറഞ്ഞതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈഡിലൂടെയുള്ള എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ എഫക്റ്റ് കളറും നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ താഴെ എഫക്റ്റ് കളറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. അതായത് വൈറ്റ് യൂസ് ചെയ്യാം, ബ്ലാക്ക് യൂസ് ചെയ്യാം. ബ്ലാക്കാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. പിന്നെ റെഡ് ഉണ്ട്. റെഡിനേക്കാളും കുറച്ചുകൂടെ നല്ല ബ്ലാക്ക് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്തു. അത് നഡ്ജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നഡ്ജ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി തന്നെ നമ്മളെ കൈ കൊണ്ട്, അതായത് നമ്മൾ അതിൽ തൊട്ടിട്ട് ആ ടെക്സ്റ്റിൽ തൊട്ടിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യാൻ സാധിക്കും, അതിൽ പുഷ് ചെയ്ത് പിടിച്ചിട്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഓൾറെഡി തന്നെ നമുക്ക് ഓരോ ഇഞ്ചും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണിത്. നമുക്ക് അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ താഴെയായിട്ട് ഒരു സബ് ഹെഡിങ് കൂടെ നമുക്ക് ആഡ് ചെയ്യണം. ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ വീണ്ടും ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തു. അപ്പോൾ ഞാനിവിടെ ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തു. ട്രാവൽ വ്ളോഗ്. അതിന് ശേഷം അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കണം. സൈസ് കൂട്ടി കൊടുക്കാനായിട്ട് നമുക്കിത് ഇവിടെ ഫോണ്ട് സൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫോണ്ട് സൈസിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് നമ്മളിത് ഇങ്ങനെ. അപ്പോൾ അതിന് ശേഷം നമ്മളത് ഫിക്സ് ചെയ്തു. ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കാരണം രണ്ടിനും യെല്ലോ കളറാണ് യൂസ് ചെയ്യില്ല. ഞാൻ വൈറ്റ് കളർ കൊടുത്തു. വൈറ്റ് കളർ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. അടിപൊളിയായിട്ട് മൂന്നാർ ട്രാവൽ വ്ളോഗ് എന്ന് പറയുന്ന ഒരു കിടിലൻ തമ്പനയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുവാൻ സാധിക്കും ഞാൻ അടിപൊളിയായിട്ട് എങ്ങനെയാണ് ഈ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്തതെന്ന്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു തുടക്കക്കാർക്ക് അവരുടെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ തമ്പനെയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ക്യാൻവ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതെങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം? നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത തമ്പനെയിൽ വളരെ ഈസി ആയിട്ട് നല്ല ഹൈ ക്വാളിറ്റിയിൽ എങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 2 ഓപ്ഷൻ കാണുന്നുണ്ട്. ഇതിൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിത് ഇമേജ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതായത് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഐക്കൺ കാണിക്കുന്നുണ്ട്. അതിൽ നമുക്കിത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇമേജ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ തമ്പനെയിൽ എപ്പോഴും ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ PNG ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യണം. PNG ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ഞാൻ PNGയിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ജസ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന, അതായത് അപ്പ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണിക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻവെറ്റ് അങ്ങനെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. അതിൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സജസ്റ്റഡ് ആയിട്ട് PNG എന്ന് പറയുന്നത് നമുക്ക് കാണാം. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ടതെന്ന് നോക്കി. സജസ്റ്റഡ് PNG എന്ന് പറഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും അതിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വേറെ ഒന്നും അതിൽ ചെയ്യേണ്ട. ഡൗൺലോഡ് എന്ന് പറഞ്ഞ് അതിൽ ക്ലിക്ക് ചെയ്യാൻ തന്നെ ഇങ്ങനെ കുറച്ച് നേരം ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് കൊണ്ട് നമുക്ക് ട്രാവൽ വ്ളോഗ് മൂന്നാർ എന്ന് പറഞ്ഞത് ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വ്യൂ ചെയ്ത് നോക്കാം. നമ്മൾ ട്രാവൽ വ്ളോഗ് മൂന്നാർ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത തമ്പനെയിൽ നമുക്ക് ജസ്റ്റ് ഒന്നും ഗാലറിയിൽ പോയിട്ട് ഗാലറിയിലേക്ക് അത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഗാലറിയിൽ നിന്നും നമുക്കതൊന്ന് ജസ്റ്റ് വ്യൂ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഗാലറിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗാലറിയിൽ നിന്നൊന്ന് വ്യൂ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഗാലറിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത തമ്പനെയിൽ.
നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് മൂന്നാർ ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞ് ഞാൻ ക്രിയേറ്റ് ചെയ്ത തമ്പനെയിലാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അടിപൊളി തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് ക്യാൻവ എന്ന് പറയുന്നത്. ജസ്റ്റ് അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ക്യാൻവ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് കിഡിലിനായിട്ട് നമുക്ക് തമ്പനെയിൽ ഉണ്ടാക്കാൻ ഇനിയും പഠിക്കാം. ഇത് ജസ്റ്റ് തുടക്കക്കാർക്കുള്ളൊരു വീഡിയോ മാത്രമാണ്, എങ്ങനെ ഒരു തമ്പനെയിൽ ക്യാൻവ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആളുകൾക്ക് എങ്ങനെ പെട്ടെന്ന് ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് ക്യാൻവ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാലാണ് ഇത് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നത്, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.